ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ അറിയാം ബിഗ് ബോസിൻ്റെ സീസണുകളാണ് അല്ല ബിഗ് ബോസ് 6 സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് എല്ലാവരുടെയും ദൃഷ്ടി പതിഞ്ഞിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ജാഫർ. അപ്പോൾ ഈ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് ഒത്തിരി നെഗറ്റീവ് കമൻസുകളും ഒത്തിരി ആൾക്കാർ നല്ല കമൻസുകളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ബിഗ് ബോസിൻ്റെ അകത്ത് അവരൊരു ഗെയിം മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ല, ബിഗ് ബോസിൻ്റെ അകത്ത് ശരിക്കും അവർ അതിനകത്തുള്ള മത്സരാർത്ഥികളെ ഒന്ന് റിവീൽ ചെയ്യാൻ കൂടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അതാണ് ആക്ച്വലി അവർ അതുകൊണ്ട് എയിം ചെയ്യുന്നത്. അല്ലാതെ കളിക്കുക, കപ്പ് മേടിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഒറിജിനൽ ക്യാരക്ടർ ഒന്ന് റിവീൽ ചെയ്യുകയും അത് പ്രേക്ഷകർക്കൊന്ന് കാണുവാൻ കഴിയുക എന്നുള്ളതാണ് അവരതിനകത്ത് ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു തീം. അപ്പോൾ ഗെയിം മാത്രമല്ല. അപ്പം അപ്പം അതവിടെ നിൽക്കട്ടെ. അതിനകത്ത് ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നെഗറ്റീവ് കമൻസുകളുണ്ട്. അപ്പം ആ കുട്ടിയുടെ ജീവിത സാഹചര്യം എന്ന് പറയണത് ആക്ച്വലി നമുക്കറിയാം, അവൾക്ക് 23 ഇയേഴ്സാണ് അല്ലേ, 23 വയസ്സായിട്ടുള്ളൂ. അപ്പം ഒരു ജീവിതം പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഈ കുട്ടിയുടെ ഇതിനകത്ത് നമ്മൾ കേട്ടതാണ്, ഈ കുട്ടിയുടെ ഉപ്പ 50 ലക്ഷം രൂപയൊക്കെ കടം വരുത്തി വെച്ചത് കുടുംബത്തെ നോക്കാനോ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാക്കി വെച്ച കടമല്ല. ആ പുള്ളിക്കാരൻ ചീട്ട് കളിച്ചിട്ട് ഉണ്ടാക്കി വെച്ച കടമാണ്. അപ്പം അങ്ങനെ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഈ കുട്ടി കഷ്ടപ്പെടുന്നതും ഈ കുട്ടി ആ കടം വീട്ടിയ കഥയൊക്കെ നമ്മൾ കുറേ കേട്ടതാണ്. എന്നുവെച്ചാൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തതാണ് അല്ലേ. എന്നുവെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ചീട്ടുകളിക്കാരൻ്റെ മകൾ ഒക്കെ അനുഭവിക്കുന്ന ആ ഒരു കുടുംബം അനുഭവിക്കുന്ന മാനസിക ടെൻഷൻസ് എത്രയാണെന്ന് അത് അനുഭവിച്ച അവർക്കേ മനസ്സിലാകത്തുള്ളൂ. പുറത്ത് നിന്ന് നോക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം അതിനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന ജാസ്മിൻ ഇത്രമാത്രം പോരാളി ആയില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ അല്ലേ. കാരണം നാട്ടുകാരെയും ജനങ്ങളെയും സമൂഹത്തെയും ബോധിപ്പിച്ച് ജീവിക്കാൻ നിന്നിരുന്നുവെങ്കിൽ, അവരെ നോക്കിക്കൊണ്ട് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ജാസ്മിൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ ശരിക്കും ജീവിതത്തിൽ ഫൈറ്റ് ചെയ്തു. ആ ഫൈറ്റിംഗ് തന്നെയാണ് അവൾ തുടർന്നുകൊണ്ടിരിക്കുന്നതും ആ ഫൈറ്റിംഗ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്, ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒത്തിരി നെഗറ്റീവ് കമൻസുകളൊക്കെ ഇങ്ങനെ ആ കുട്ടി നേരിടുന്നുണ്ട്. അതിനകത്തൊന്നും വലിയ കാര്യമില്ല. കാരണം അവളുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ജയിക്കണം. എങ്ങനെയെങ്കിലും എനിക്ക് ജീവിതത്തിൽ ജയിച്ച് കയറണം എന്നുള്ളൊരൊറ്റ ലക്ഷ്യം മാത്രമേ ജാസ്മിനുള്ളൂ. അപ്പോൾ ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അതിന് നമുക്ക് അവളെ അങ്ങ് ഇടിച്ച് താഴ്ത്താനൊന്നും പറ്റത്തില്ല. കാരണം 23 ഇയേഴ്സേ ആയിട്ടുള്ളൂ. അവൾ മാരീഡ് അല്ല. അപ്പോൾ കൊച്ചുമായിട്ട് കണ്ടവന്മാരുടെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും അവൾ ചെയ്യുന്നില്ല. അവളുടെ ഗെയിം കളിക്കുന്നു. ഇനി വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ കൂടുതൽ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവൾക്ക് ജയിക്കണം. അവൾ കടന്നു വന്ന ജീവിത സാഹചര്യം അതാണ്, അവൾക്ക് ജയിക്കണം. അതുകൊണ്ട് അവൾ അവിടെ കിടന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇനി എന്തായാലും എന്ന് വെച്ച് കപ്പ അവൾ അടിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയണേ. ആരാണോ അർഹതപ്പെട്ടവർ അവർക്ക് ലഭിക്കട്ടെ. അപ്പോൾ ബിഗ് ബോസ് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അർഹതപ്പെട്ടവർക്കാണോ കൊടുക്കാറ് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും അർഹതപ്പെട്ടവർക്ക് ലഭിക്കട്ടെ. ജാസ്മിനാണ് അർഹതപ്പെട്ടതെങ്കിൽ ജാസ്മിനെ തന്നെ കപ്പ് അടിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മൾക്ക് പുറത്ത് നിന്ന് ഒരാളെ ജഡ്ജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അനുഭവിച്ച് കയറി വന്നവർക്ക് അതത്ര ഈസി അല്ല. അപ്പം എന്തായാലും ജാസ്മിന് വിജയാശംസകൾ തന്നെ.